മോള്. പ്രിയങ്കേ മോളെ, മോളെ, പ്രിയങ്ക മോളെ, എന്റെ മോളെ, മോളെ, മുത്തശ്ശി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത നേർച്ചകളില്ല. നീ മരിച്ചുപോയി എന്നെല്ലാരും പറഞ്ഞപ്പോഴും നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ച ഒരേ ഒരാള് ഈ മുത്തശ്ശിയ. മുത്തശ്ശി അവര് ഭ്രാന്തിയാക്കി. ചികിത്സയുടെ പേരും പറഞ്ഞ് അവര് മുത്തശ്ശി എന്തൊക്കെ ചെയ്തു എന്നറിയോ? ഈ മുത്തശ്ശി എല്ലാം സഹിച്ചു മോളെ, എന്നിട്ട് മിണ്ടാതിരുന്നു. പക്ഷെ എന്റെ മോള് തിരിച്ചു വന്നത് ഇങ്ങനെയായി പോയല്ലോ. മോളെ, നിന്റെ പൊന്നും മുത്തശ്ശിയാടി വന്നിരിക്കുന്നേ. ഇനി ഞാനേ വിളിക്കുന്നത്. ഒന്ന് കണ്ണു തുറന്ന് മുത്തശ്ശിയെ നോക്കുമോളെ. പ്രിയമോളെ, പ്രിയമോളെ, മോളെ ഒന്ന് കണ്ണു തുറക്കടി മോളെ. എന്താ കാണിക്കുന്നത്? ആരാ നിങ്ങള്? ഞാനിവളുടെ മുത്തശ്ശിയാ. നിങ്ങളോട് ആരാ ഇതിനകത്ത് കയറാൻ പറഞ്ഞത്? ദേ, എന്നോട് വലിയ ചോദ്യമൊന്നും ചോദിക്കണ്ട. എന്നോട് ഡോക്ടർ പറഞ്ഞതാ മോളെ കയറി കണ്ടോളാം. കയറി കണ്ടോളാനല്ലേ പറഞ്ഞോളൂ, അല്ലാതെ വിളിച്ചുണർത്താൻ പറഞ്ഞില്ലല്ലോ. പേഷ്യന്റിനെ ഉപദ്രവിക്കാൻ പറഞ്ഞോ? എന്റെ മോളെ കണ്ട ഞാൻ അവളെ ഒന്ന് തൊടില്ലേ, സംസാരിക്കില്ലേ? അതിന് നിങ്ങൾക്ക് എന്താ വേണ്ടത്? നോക്ക്, വളരെ മോശം കണ്ടീഷനിൽ കിടന്ന രോഗിയാണത്. അവരെ തൊടാനും പിടിക്കാനും ഒന്നും പറ്റില്ല. ഡോക്ടർ അനുവദിച്ചു, നിങ്ങൾ കണ്ടു. പുറത്തിറങ്ങേ. ഞാൻ പോവില്ല. എനിക്ക് എന്റെ മോളുടെ അടുത്തിരിക്കണം. ഇതിനകത്ത് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. പുറത്തു പോയേ. നീ ആരാടി എന്നോട് കൽപ്പിക്കാൻ? നീ ഇവിടുത്തെ നേഴ്സല്ലേ? അല്ലാതെ ഈ ആശുപത്രിയൊന്നും നിനക്ക് എഴുതി തന്നിട്ടില്ലല്ലോ. ദേ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? എന്റെ പൊന്നമ്മച്ചി, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. രണ്ടും കൽപ്പിച്ച ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളെ ഇവിടെ നിർത്താൻ എനിക്ക് പറ്റില്ല. പുറത്തിറങ്ങാനാ പറഞ്ഞേ. നീ നോക്കിക്കോടി. ഡോക്ടറോട് പറഞ്ഞിട്ട് നിന്റെ ജോലിയുടെ കാര്യത്തിനെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ആയിക്കോട്ടെ. ഡോക്ടറെ കാണാനുള്ള വഴി വേണമെങ്കിലേ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇവിടുന്ന് പോയാ മതി. ഈ അഹങ്കാരം മുഴുവൻ കാണിച്ച് എന്റെ കൊച്ചിനെന്തെങ്കിലും പറ്റിപ്പോയാലുണ്ടല്ലോ. ദേ, എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാൻ പാടില്ലാത്തോണ്ടാ. മോളെ, മുത്തശ്ശി പുറത്തുണ്ട് കേട്ടോ. നിനക്ക് സുഖമാവാതെ മുത്തശ്ശി ഒരിടത്തും പോവില്ല.